ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ സേമിയ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ്റെ ബീഫിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ നമ്മളെ വീട്ടിലുള്ള സാധാ ചേരുവ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ട് നോക്കാം. ഞാൻ ഏകദേശം ഈ ഒരു ബൗൾ നിറച്ചും സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിൽ നല്ലപോലെ വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. ഒരു 5-6 മിനിറ്റ് മതിയാവും കേട്ടോ അത് കുക്കായി കിട്ടാൻ വേണ്ടിയുള്ള സമയം. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ സേമിയ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റിയിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അധികം കുക്കായിട്ട് കുഴഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നോർമൽ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി പാൻ ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ അളവിൽ മതിയാവും. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ബിരിയാണിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ഏലക്കായ, 2 കഷ്ണം പട്ട, കുറച്ച് കറാമ്പൂവൊക്കെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി എണ്ണയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളക് ഇതിലേക്ക് ഞാൻ നല്ലപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ്. അത്യാവശ്യം വലിയ വലുപ്പത്തിലുള്ള ഒരു തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിൽ 2 എണ്ണം യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് കുക്കായിട്ട് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഏകദേശം 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ പൊടികളൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ മല്ലിയിലയും കൂടി വേണം. അപ്പോൾ നല്ലപോലെ മല്ലിയിലയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. പൊടിയൊക്കെ ഒന്നിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സേമിയ ചേർത്തതിന് ശേഷം നല്ല പതിയെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കേണ്ട കാര്യം മറക്കരുത്. ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ നല്ലപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും വിതറിയിട്ട് നമുക്ക് അടച്ച് വെക്കാം. നമ്മളിതിൻ്റെ മുകളിലേക്ക് മുട്ടയും കൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട്. ഇതുപോലെ മുട്ട ചെയ്തെടുത്തതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അയക്കാട് കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മുട്ടയും കൂടിയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.